സുന്ദരിപ്പണ് റെഡി ആയിട്ട് കളറോ കുഞ്ഞു ബേബി കൊടുക്ക് വാ, കുഞ്ഞു ബേബി കൊടുക്ക് വാ. ഇതേ കുഞ്ഞുവാക്കി കഴിഞ്ഞിട്ട് തരാൻ വരണം വാ. ഓക്കെ എടി നോക്കടി, അവളുടെ പൈസ കുഞ്ഞുവാക്കി കൊടുക്കാൻ വരും. നോക്കടി നോക്കടി. ആ കൊടുത്തോ കൊടുത്തോ. ഗൈസ്, എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം നമ്മൾ വിഷുവിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, വിഷുക്കണിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അവരെ വിളിക്കുക. ഞാൻ വിഷുക്കണി സെറ്റ് ചെയ്തൊന്നും എടുത്തിട്ടില്ല, സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വിളക്ക് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ ആനനും കുഞ്ഞിനും നമ്മുടെ ചെറുതിൻ്റെ ഫസ്റ്റത്തെ വിഷുവാണ്. ഇന്നലെ കുറച്ച് ലേറ്റ് നൈറ്റായി ഉറങ്ങുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായി എന്നൊരു തോന്നൽ. ഇപ്പോൾ എണീറ്റിട്ടാണ് അപ്പോൾ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എണീറ്റ് കുളിച്ചതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് അവരെ വിളിക്കാം. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി വിഷു. അവരെ വിളിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് ഞാൻ കുറേ കൊല്ലമായി ചെയ്യുന്നവർക്ക് അറിയുന്നതാണ്. പക്ഷേ ഈ വർഷം നമ്മുടെ കൂടെ അച്ചുണ്ട്, അബിയുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞിപ്പെണ്ണുണ്ട്, പിന്നെ ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവരുടെ എക്സൈറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ശേഷം നമ്മൾ വിഷുക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് അവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി സംഭവങ്ങളൊക്കെ പിള്ളേരൊക്കെ അവിടെ നല്ല ഉറക്കത്തിലാണ്. ഇവരെ നമുക്ക് കൊണ്ട് വിളിക്കാൻ മുമ്പ് നമുക്ക് ഈ സ്റ്റാൻഡിൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പ് ചന്ദനവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കാനുള്ള പണിയൊക്കെ. ഇതാണ് നമ്മൾ വിഷുവിന് കണി ഒരുക്കിയത്. അത്യാവശ്യം കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ ചെക്കൻ വന്നിട്ടുള്ള ആദ്യത്തെ വിഷുവാണ് കേട്ടോ. കുറച്ച് ടൈം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഗുരുവായൂരിൽ ഇത് വന്നിട്ട് 2:40. അപ്പോൾ ആ സമയത്തൊക്കെ വിഷുക്കണി കാണുന്നത് എല്ലാ വർഷവും ആ സമയത്ത് കാണാം. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അനുസരിച്ച് റെഡിയാക്കി വിഷുക്കണി കണ്ട് അത് നമ്മൾ അവരെ വിളിക്കാം, അവർ പോവാണ്. ഓക്കെ, ആദ്യം വിളിച്ചിട്ട് വരും നമ്മുടെ ആനുവിനെയാണ്. അവൾ ഉറങ്ങി അടിക്കാൻ ഭയങ്കര മടിയായിരുന്നു. എന്നിട്ട് അങ്ങനെയൊക്കെ എണിപ്പിച്ച് കൊണ്ടുവന്നാണ്. കൈസ് രാത്രി ഒന്നും കുഞ്ഞുള്ളതുകൊണ്ട് ഉറക്കമില്ലാത്തതുകൊണ്ട് വിഷുക്കണി കാണിച്ചു കൊടുത്തു. ആള് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ആനുവിൻ്റെ എല്ലാ വർഷവും കുറേ കണ്ടിട്ടുള്ളതുണ്ട്. കുഞ്ഞിപ്പെണ്ണിനും കുഞ്ഞിപ്പെണ്ണിനും കുറച്ച് ബോധം വെച്ചിട്ടുള്ള ആദ്യത്തെ വിഷയമുള്ളൂ. അപ്പോൾ അങ്ങനെ ലേറ്റിട്ട് ഉറക്കമൊപ്പിലാണ് കൈസ് നിൽക്കുന്നത്. ഇങ്ങനെ ഇടക്കാനായിട്ട് നോക്കി കൈസ, പക്ഷെ നമ്മൾ കണ്ണാടി എടുത്തിട്ട് അവനെ കാണിച്ചു കൊടുത്തു. ആദ്യം അവൻ്റെ മുഖമാണ്, അവൻ എല്ലാവരും വിഷുക്കണിക്ക് അവരവരുടെ മുഖമാണ് ആദ്യം കാണാൻ. പിന്നെ അവന് കൈനീട്ടം കൊടുത്തു. കൈനീട്ടമൊന്നും പിടിക്കാനായിട്ടില്ല. ഒരാളെല്ലാം പറന്ന് ഉറങ്ങുകയാണല്ലേ. അവൻ രാവിലെ കഴിച്ച് നല്ല വേഷത്തിൽ നമ്മളവനെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലേ. കായിട്ട് നമുക്ക് കാണിച്ചു തരാം. ഞാൻ അവളെ വിളിക്കണ്ടേ? അടുത്ത് നമ്മുടെ അച്ചുവിനെ വന്ന് കാണിച്ചു. എൻ്റെ ചേച്ചിയുടെ മോനാണ്, പിന്നെ കസിൻ സിസ്റ്ററിൻ്റെ മോനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അബി എൻ്റെ അനിയനാണ് ഗൈസ്. ഇത് എൻ്റെ ലിറ്റിൽ ബ്രദർ. എനിക്ക് ആകെ ഒരു അനിയനേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അവനെ കൊണ്ട് കാണിച്ചു. അതിനുശേഷം ഞങ്ങൾ പിന്നെ അബീൻ്റെ അമ്മയുടെ ചേച്ചിയുടെ കൊച്ചുണ്ടായിരുന്നു, അവളെയും കൊണ്ട് കാണിച്ചു. ഗൈസ് ആരും അവളെയും കൂട്ടിയിട്ട് വന്നു. വിഷുക്കണി വന്നപ്പോൾ കുഞ്ഞിപ്പണ്ണ് ഒരു ആലുവയിലാണ് സ്ഥലം. അപ്പോൾ അവൾ ഇവിടെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവളെയും വിഷുക്കണി കാണിച്ചു കൊടുത്തു ഗൈസ്. പിന്നെ നമ്മളുടെ കുഞ്ചൂസ് രണ്ടാമത് വീണ്ടും വന്നിരിക്കുകയാണ്. പടക്കം പൊടിക്കല്ലേ? നമ്മൾ ആദ്യം വെച്ചപ്പോ കരഞ്ഞടാ. പിള്ളേർക്ക് ഫുള്ള് ആകാംക്ഷ തരാം. 1000 പാല പൊട്ടിക്കാൻ ആകാംക്ഷ. അത് പൊട്ടിച്ച ഡാഡി ഉറക്കത്തുനിന്ന് അടിക്കും. ഇവിടുന്ന് പൊട്ടിക്കണ്ട. അടിച്ചപ്പോ കരഞ്ഞവളെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കണു ഒരാൾ എണീറ്റ് വരുന്നു നിങ്ങളൊക്കെ അടിച്ചപ്പോ. കുഞ്ഞാ പടക്കം പൊട്ടിക്കണ്ടേ? ഈ പേപ്പർ മാത്രം ചെയ്യുന്നുണ്ട് കേട്ടോ. അത് പോയാ അതവിടെ വെച്ചോ വേണ
എന്താ വേണ്ടി? ഓക്കേ, പൈസ ആർക്കാ കൊടുക്കുക? കൈന്നിട്ട് ആർക്കാ? അപ്പയ്ക്കാ? ബേബി കൊടുക്ക്, കുഞ്ഞു ബേബി കൊടുക്ക്. വാ, കുഞ്ഞു ബേബി കൊടുക്ക്. വാ, ഇതേ കുഞ്ഞുവാക്കി കഴിഞ്ഞിട്ട് തരാൻ വരണം. വാ, ഓക്കെ. എടി നോക്കടി, അവളുടെ പൈസ കുഞ്ഞുവാക്കി കൊടുക്കാൻ വരും. നോക്കടി, നോക്കടി. ആ, കൊടുത്തോ കൊടുത്തോ. അവിടെ ചേച്ചി പെണ്ണ അവിടെ. അതാ എടി ലോയെ കൊടുക്കുമ്പോ ഓടി വന്നടി അവള്. അതാ അവള് പൈസ കേട്ടോ. ചെക്കതൊക്കെ ചേച്ചിപ്പണ്ണിന് തരും. അത് അങ്ങനെ കൊടുക്കാൻ പാടില്ല ഞങ്ങളുടെ കയ്യില്. വാടാ വാ കുഞ്ഞു, വാ 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 വാ. പൊട്ടിക്ക പടക്കം. ഞാന് വാടി, ആനു വിളിക്ക്. അങ്ങനെ വിളിക്കണ്ട. വാ, പടക്കം പൊട്ടിക്കണം. വാടി, പടക്കം പൊട്ടി. അതാ കള. ആ ഓക്കെ. വാ. ഓരോരുത്തരായിട്ട് വന്നോ. കൊളുത്തറാ. ടോർച്ച് അടിച്ചു കൊടുക്കണ. ഇത്ര ഉള്ളടാ. കളറാവുണ്ട് പക്ഷെ അല്ലേ? ഇതോറാ. ആ, എടാ കഴിഞ്ഞ ഇത്ര ഉള്ളോ? ആ, ഇപ്പൊന്ന് തട്ടിയിരണ്ട. ഒരു 1000 മാല പൊട്ടിച്ചാലാനോ? അതും കൂടെ പൊട്ടിക്കാറുണ്ട്. വാ, കഴിഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് പൊട്ടിക്കില്ല, വെളിയിൽ നിന്ന്. ഇതിവിടെ നിന്ന് മുറ്റത്ത് പൊട്ടിക്കാം. അതിപ്പോൾ കഴിയും. ഉണ്ട്. ഇതാ ഇതാ ഇതിപ്പോൾ ടക്കെന്ന് കഴിയും. ഇതങ്ങനെ മറ്റേ ശിവകാശി പടക്കം ഉണ്ട്, സിനിമ ഉണ്ടല്ലേ, ഇങ്ങനെ വിരിച്ചിട്ട് ടക്ക 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 ടക്ക. ഇതൊന്ന് ലാസ്റ്റ് വാതിലടച്ചിട്ടുണ്ട് അവിടെ. ഇതൊന്ന് വാ. ഓർഡറാ മാപ്പിള എന്താ ലൈനേ. ഡേ പോണ്ടാട്ടെ, അവിടെ നിന്നോ, കണ്ടിട്ട് പോയാൽ മതി. സ്റ്റിക്കറുകളാ. എന്നാൽ ഞാൻ ഓർത്തരാം. പിടിക്ക് ഇത് പിടിക്ക്, ഫോൺ പിടിക്ക്. എവിടെയാണ് തിരി വരുന്നത്? പൊട്ടിയ സീനാണ്. അങ്ങനെ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. എടുത്തേ കിണുങ്ങ് 1 മിനിറ്റ് കൊണ്ടേ പേടിക്കും. ഞാൻ പിടിച്ചിട്ടെ പൊട്ടാറ്റു വരും. ഇതാണ് 1000. ഞാൻ വിചാരിച്ച വലിയ നിങ്ങളും ഉണ്ടാവുന്നൊക്കെ വിചാരിച്ച. അതിൻ്റെ മേലെ വെച്ച് തരുമോ? അതാ ആ തീപ്പൊടി കൊണ്ട് കൊടുത്തരാം. വേണ്ട, ഇത് കൊണ്ട് കൊടുത്താൽ മതി. ഹാപ്പി വിഷു. തീർന്നു, കഴിഞ്ഞു. എല്ലാവരും അവിടെ. നീ എവിടേക്കാ ഓടിയത്? എവിടെ? വാടി വാ. ഓലപ്പടക്കം ബോംബ് പൊട്ടിക്കണ്ടേ? വാ, സ്പെഷ്യൽ പടക്കം പൊട്ടിക്കണ്ടേ? ഞാൻ അവിടെയാണ്. ആ പൂക്കുറ്റി കത്തിക്കാം. വാ, അതൊക്കെ അതിന് പോവാ. വാ വിളിക്ക്. വാ,
വാ വേറെ കത്തിക്കാം വാ. എടാ നമ്മൾ നേരത്തെ പ്ലാൻ പൊട്ടാത്ത എല്ലാ സാധനം ഇപ്പോൾ കൊളുത്തേ. സ്റ്റാൻഡ് അവിടെ ഒരുമാതിരി അതെന്താ സാധനം ഇങ്ങനത്തെ അതിന്റെ ഓട്ടയിലൊരു സൗണ്ട് കേട്ടാ എയർ വരുമ്പോ. ആരെ കൂക്കണ നാട്ടുകാർ തെറി വിളിക്കോ ദൈവേ. ഇത് കത്തിക്കടാ. ഇതിന്റെ തിരി എന്തിയേ? ഇതിങ്ങനെ മുകളിൽ വെച്ചു കൊടുക്ക. സാധനം തരും മതി. ആ അതിന്റെ ബാക്കിൽ ഇതെന്തൊരു എക്സ്പ്രഷൻ പേടിച്ചിട്ടാ. അപ്പോൾ മറ്റേ പടക്കത്തിന് മരുന്നാ മണം വൃത്തിയായിട്ട് മണം. ആ കൂണതിൻ്റെ അവൻ പോകുമ്പോഴേക്ക് അബി കയ്യാക്കണ്ടാന്ന് നോക്കടാ. നീല അച്ഛേ അമ്മമാർ പോരാട്ടാ. കമ്പശ്ശേരി കത്തിക്കാൻ പറയല്ലേ. അതിന് തിരി അവിടെ ഉണ്ടായിരുന്നു. നോക്കണ പോലുമില്ല. തല പോക്കാനായിട്ടില്ലെന്ന് ഉറങ്ങി കളിക്കല്ല. ഹായ്, നല്ല രസമുണ്ടല്ലോ. സുന്ദരിപ്പെണ്ണ് റെഡി ആയിട്ട് ചായക്ക് വേണ്ടി നിൽക്കുക. രാവിലെടി നീ റെഡി ആവല്ലേ? ആർക്കാ? അവൾക്കാ? ചായ വേണോ? ഇങ്ങോട്ട് വാ. സാഹസ്യമായ ടാസ്കിലേക്ക് കടന്നിരിക്കുന്നത് ഗൈസ്. ദോശ ഉണ്ടാവും ഗൈസ്. അവിടെ ഒരാൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത ആൾക്കാരെത്തിയിട്ടുണ്ട്. കണ്ണനും സോറി ആതിരിയും കണ്ണനും അല്ല അവനെ തിരിച്ചു പറഞ്ഞേ. കൂട്ടുക ഇവരെ എത്തിയിട്ടുണ്ട്. അമ്മും മനവും ഇവര് എവിടെയായിരുന്നു? നിങ്ങൾ എഴുതി കുഴിമന്തി കഴിക്കാൻ പോണേ? വിശ്വൊക്കെ അല്ലടാ, ചിക്കനൊന്നും കഴിക്കണ്ട. ഇത് തുണിയിലാണ് നടക്കുന്നത്. നീ അവനോ കുഞ്ഞ എവിടേക്കാ പോണേ? ഇല്ല എവിടേക്കാ വിടുത പറഞ്ഞേ? ആകെ തിരിഞ്ഞടി തിരിഞ്ഞു.
തിരിഞ്ഞു അത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. ചെക്കനോട് ഇറങ്ങണോ ആരും ആദ്യമായിട്ടാണ് കുറേ ദിവസം പുറത്തിറങ്ങണത്. ഡേ കുഞ്ഞാ ഇവിടെ വാ, അവർ നോക്കണം ഇങ്ങോട്ട് വാ. അവസാനം ഇതായിരുന്നു കഴിച്ച ഐസ്. ആവാൻ മാത്രമൊന്നും കഴിച്ചില്ല. നോക്കാം